ചരക്ക് കപ്പലിലെ തീപിടുത്തത്തിൽ വ്യാപനം കുറയ്ക്കാൻ സാധിച്ചുവെന്ന് ഡിഫൻസ് PRO വ്യക്തമാക്കുന്നു. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല. കപ്പൽ 10 മുതൽ 15 ഡിഗ്രി വരെ ഇടത്തോട്ട് ചരിഞ്ഞ നിലയിലാണ്. മോശം കാലാവസ്ഥ കാരണം ഡോണിയർ വിമാനത്തിന് പ്രദേശത്ത് നിരീക്ഷണം നടത്താൻ സാധിച്ചില്ല എന്നും PRO ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുണ്ട്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, മറ്റൊരു കപ്പൽ അപകടത്തിന്റെ വാർത്ത അതിൽ ഒരു കേസെടുത്ത കാര്യം ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. അതിന് പിന്നാലെ രണ്ടാമതുണ്ടായ കപ്പൽ അപകടം. അങ്ങനെ നമ്മുടെ തീരപ്രദേശത്തിൽ ഇത്തരത്തിൽ ഒരു ആവർത്തിക്കപ്പെടുന്ന സംഭവമായി കപ്പൽ അപകടം മാറുന്നുണ്ട്. ആ സമയത്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം ഡിഫൻസ് PRO കൂടി പങ്കുവെക്കുന്നത്. ഇതിന്റെ വ്യാപനം കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിലെ ആശങ്കകളും പ്രതിസന്ധിയും എന്താണിനി? നിലവിൽ ഡിഫൻസ് PRO വ്യക്തമാക്കുന്നതനുസരിച്ച് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് സ്ഥിതി ആശങ്കാജനകമായി തുടരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കാരണം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ കപ്പലിനുള്ളിലുള്ള വസ്തുക്കൾ അത് രാസവസ്തുക്കൾ, തീപിടിക്കാൻ സാധ്യതയുള്ള പെട്രോൾ, ഡീസൽ അടക്കമുള്ള വസ്തുക്കൾ, മറ്റ് കെമിക്കലുകൾ, ഖരവസ്തുക്കൾ എന്നിവ നിരവധി കണ്ടെയ്നറുകളുള്ള കപ്പലാണ് തീ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ തീ വ്യാപനം കുറയ്ക്കാനായിട്ട് വലിയ തോതിൽ സാധിച്ചിട്ടുണ്ട് എങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ പൂർണ്ണമായും കഴിയാതെ വരുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുമുണ്ട്. പക്ഷേ തീ കപ്പലിൻ്റെ പല ഭാഗങ്ങളിൽ പടരുന്നതാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുന്നത്. അതിനിടയിലാണ് ഇന്ന് രക്ഷാപ്രവർത്തനങ്ങളെ വൈകിപ്പിച്ചുകൊണ്ട് ആ പ്രദേശത്ത്, കപ്പൽ കത്തുന്ന അതേ പ്രദേശത്ത് മഴ ഉണ്ടായത്. ഒരു തരത്തിൽ ആ മഴ ഉണ്ടായത് അനുഗ്രഹമാണ് എങ്കിലും കോസ്റ്റ് ഗാർഡിൻ്റെ നിരീക്ഷണ വിമാനങ്ങൾക്ക് ആ പ്രദേശത്ത് തീ പുതിയ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള നിരീക്ഷണം നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അത്തരം നിരീക്ഷണങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഡിഫൻസ് PROയും വ്യക്തമാക്കുന്നത്. ഏതായാലും അത്തരം നിരീക്ഷണങ്ങൾ കാലാവസ്ഥ ശരിയാകുന്ന മുറയ്ക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, കപ്പൽ ഇടത്തെ വശത്തേക്ക് 10 മുതൽ 15 ഡിഗ്രി വരെ ചരിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ് പുതുതായി പുറത്തു വരുന്നത്. നേരത്തെ തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ട കപ്പൽ മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്നുള്ള ഒരു വിവരം പുറത്തു വന്നിരുന്നു. അത് മണിക്കൂറിൽ ഒരു നിശ്ചിത അകലത്തിൽ സഞ്ചരിക്കുന്നു എന്ന വിവരമായിരുന്നു ഇന്നലെ ഡിഫൻസ് വൃത്തങ്ങൾ പങ്കുവച്ചത്. അതിനിടയിലാണ് അത് ഇടത്തെ വശത്തേക്ക് 10 മുതൽ 15 ഡിഗ്രി വരെ ചരിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി വരുന്നത്. ഏതായാലും പ്രതികൂല കാലാവസ്ഥയിലും നമ്മുടെ സംവിധാനങ്ങൾ എല്ലാം തന്നെ കപ്പലിലെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനുള്ള പരിശ്രമത്തിലാണ് നിലവിലുള്ളത്.